ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തെറ്റ് ചെയ്തത് നിങ്ങളാണെങ്കിലും എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കണക്ക് പിറകെ. നീ അതിന് തയ്യാറാണോ? പണ്ടേ അംബിക ഈ കാര്യത്തിൽ ഉന്നയിച്ച എതിർപ്പ് കുടുംബത്തിന്റെ പേരിലും പാരമ്പര്യത്തിലും കളങ്കം ഉണ്ടാകുന്നത് കൊണ്ടാ. ഭാര്യയെയും അതുവഴി മകളെയും സംശയിക്കുന്നതിനേക്കാൾ വലിയ കളങ്കം വേറെ എന്താ? ഇതിപ്പോഴേ പേരിന്റെയോ പ്രശസ്തിയുടെയോ പ്രശ്നമല്ല. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് നീ. നാലാൾ അറിയും നാണക്കേടാണെന്ന് ഓർക്കാതെ ഇതിനൊരു അവസാനം കണ്ടെത്തി നീ. എന്റെ മകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ നീ എത്രയും വേഗം ഒരു DNA തയ്യാറാവ്. അമ്മമ്മേ, അതൊന്നും വേണ്ട. ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാം. കാരണം എന്റെ അച്ഛനോടുള്ള സ്നേഹം എന്റെ ഉള്ളിൽ കിടന്ന് വിതുമ്പുകയാ. മന്ത്രിയായ എന്റെ അച്ഛനെ നാണം കെടുത്താൻ കെൽപ്പുള്ള ഒരു ടെസ്റ്റും എനിക്ക് വേണ്ട. അച്ഛൻ എന്നെ വെറുത്താലും ഞാൻ അച്ഛനെ വെറുക്കില്ല. നീ ഒന്ന് ചെറിയ ചെറിയ തെറ്റുകൾക്ക് വഴക്ക് പറയുന്നതല്ലാതെ ഞാൻ നിന്നെ അത്രയ്ക്ക് വെറുത്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഋതുമോളോട് ഒരു കാര്യമേ അമ്മമ്മയ്ക്ക് പറയാനുള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുത്. ഇത് നിന്റെ അമ്മയുടെ സ്വത്തെന്ന് നിന്റെ അച്ഛനടുത്തുണ്ടാക്കിയ വീടൊന്നല്ല. പ്രതാപൻ അവന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ വീടാ. ഈ വീടിന്റെ അവകാശം നിനക്ക് മാത്രമാണ്, നിനക്ക് മാത്രം. മോള് ചെല്ല്, രാജുവിനെയും കൂട്ടി മുറിയിലേക്ക് പോ. സാറെന്ന് വിളിച്ചതിനും വേദനിപ്പിച്ചതിനും മാപ്പ്. എന്താ മോളെ ഇത്? വേണ്ട വേണ്ട, മാപ്പൊന്നും പറയണ്ട. മനഃപൂർവ്വം അല്ലെങ്കിലും നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ നിന്നോടും എന്നോടും നമ്മളെല്ലാവരോടും ചേച്ചി ചെയ്തത്.
ക്ഷമിക്കുമ്പോ ഉറങ്ങുന്ന ദൈവം വരെ ഉണർന്ന് സന്തോഷിക്കും. അതുകൊണ്ട് നീ ചേച്ചിയോട് ക്ഷമിച്ചേക്ക. ശരി അച്ഛാ. തെറ്റ് ചെയ്തത് നിങ്ങളാണെങ്കിലും എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കണക്ക് പിറകെ. രാജു, നമുക്കിറങ്ങാം. ഇന്നിനി യാത്ര വേണ്ട പ്രതാപ. ശരി, അമ്മ പറഞ്ഞോണ്ട് ഞാൻ പോകുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് ഓരോരോ വേലകൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് എടുത്തു ചാടി അതങ്ങ് നടപ്പിലാക്കാൻ നോക്കും. പ്ലാൻ അടപടലം പൊട്ടും, തുരുതുര അടിയും മേടിക്കും. എന്റെ കവിളെ വീക്കൻ ചെണ്ടയായി മാറിയിരിക്ക. മോരാന്റെ ചെണ്ട. നിരന്തരം ചെകിടിന് വീക്ക് കിട്ടി കിട്ടി എന്റെ പല്ല് മൊത്തം പോയി. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ തല്ലു വിളിക്കുന്നെ? അമ്മയ്ക്ക് നാണയില്ലേ? ഇരിക്കപ്പിണ്ട, വാനപ്പിണ്ട, വാഴപ്പിണ്ടി, തേങ്ങാ കൊല. എന്റെ ചെവി കൂടി വന്ദേ ഭാരത് ട്രെയിൻ ഓടുക. ആ രാജുവിന്റെ അടി, ആ തള്ളയുടെ അടി, ആ കിളവിയുടെ കൈപ്പത്തി ക്രിക്കറ്റ് ബാറ്റ് പോലെ ആയിരിക്കുന്നത്. അവരുടെ ഒരടിക്ക് ഒരു കുപ്പി വോഡ്ക അടിച്ച എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ വല്ല വഴിക്കും പോവുക. എനിക്കിനി തല്ലുകൊണ്ട് ചാവാൻ വയ്യ.